തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഹരികുമാർ മുമ്പും കുട്ടികളെ ഉപദ്രവിച്ചിരുന്നുവെന്ന് കുട്ടിയുടെ അമ്മയുടെ മൊഴി. കൊല്ലപ്പെട്ട ദേവേന്ദുവിനെയും മൂത്ത സഹോദരിയെയും ഹരികുമാർ ഉപദ്രവിച്ചിരുന്നതായി അമ്മ ശ്രീതു മൊഴി നൽകി. കുടുംബത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് ദേവേന്ദു ജനിച്ചതിന് ശേഷമെന്നും ഹരികുമാർ വിശ്വസിച്ചുവെന്ന് ശ്രീതു പോലീസിനോട് പറഞ്ഞു. കേസിൽ ശ്രീതുവിന്റെയും പ്രതി ഹരികുമാറിന്റെയും ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കൊലപാതകത്തിന്റെ തലേ ദിവസമുള്ള മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തതായി കണ്ടെത്തിയിരുന്നു. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബാലരാമപുരത്ത് നിന്ന്. സലീം, ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നത് സംബന്ധിച്ചുള്ള അവ്യക്തത തുടരുകയാണ്. ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പോലീസിന്റെ ഏറ്റവും ഒടുവിലായി ഉണ്ടാവുന്ന നീക്കങ്ങൾ എങ്ങനെയാണ്? ഈ ചാറ്റുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമം, പോലീസിന്റെ തുടർ നീക്കങ്ങൾ. സലീം. പ്രജിത്ത്, പോലീസ് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ തെളിവുകളും മൊഴിയെടുപ്പുകളുമൊക്കെയാണ് പോലീസിന്റെ മുൻപിലുള്ളത്. ഇപ്പോൾ തന്നെ രാവിലെ മുതൽ തന്നെ കൂടുതൽ ബന്ധുക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക്, ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് മൊഴിയെടുപ്പ് നടത്തുകയാണ്. നിലവിൽ ഇപ്പോൾ അവിടെ നിന്നും, ഈ വീട്ടിൽ നിന്നും, ഈ ബാലരാമപുരത്തുള്ള വീട്ടിൽ നിന്നും കൂടുതൽ ബന്ധുക്കളെ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. അവരുടെയൊക്കെ മൊഴി ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ കോടതിയിലേക്ക് ഈ പ്രതിയെ ഹാജരാക്കും. പ്രതിയെ ഹാജരാക്കിയതിനു ശേഷം, അതിനു മുൻപ്, ഈ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് തെളിവെടുപ്പിന് ഈ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതൊരു സ്വാഭാവിക നടപടിക്രമമാണ്. വളരെ വേഗത്തിൽ ആ തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം പിന്നീട് കോടതിയിലേക്ക് ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കി പിന്നീട് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടതിന് ശേഷമാകും വിശദമായ തെളിവെടുപ്പ് ഉൾപ്പെടെ ഉണ്ടാവുക. അതിനിടയിൽ ഈ അമ്മ കുട്ടിയുടെ മാതാവ് ശ്രീതുവിൻ്റെയും ഒപ്പം തന്നെ ഈ പ്രതിയായ ഹരികുമാറിൻ്റെയും ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കാരണം അതിൽ നിന്നാണ് നിർണായകമായ ചില തെളിവുകൾ പോലീസിന് വേണ്ടത്. കാരണം നിലവിൽ അതിലെ കഴിഞ്ഞ ദിവസത്തെ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലാണ്. അതുൾപ്പെടെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. അങ്ങനെ ആ ചാറ്റുകൾ കൂടി വീണ്ടെടുത്ത് പോലീസ് കുറ്റപത്രം തയ്യാറാക്കുക എന്നുള്ള നിലയിലേക്ക് കടക്കും. പക്ഷേ നിലവിൽ ഈ 90% ചോദ്യങ്ങൾക്കും പോലീസ് ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോഴും ഇനി ബാക്കിയുള്ള ചില ചോദ്യങ്ങൾ, അത് മാത്രമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയായിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ കൂടി വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയതിന് ശേഷം പോലീസ് മറ്റ് നടപടികളിലേക്ക് കടക്കും. മാത്രമല്ല, നിലവിൽ ഒറ്റപ്രതി എന്ന നിലയിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അമ്മാവനായ ഹരികുമാർ മാത്രമാണ് നിലവിൽ പ്രതി എന്ന നിലയിലാണ്. അതേസമയം ശ്രീതുവിനെ ഉൾപ്പെടെ വീണ്ടും ചോദ്യം ചെയ്യും. എന്നാൽ അത് ഉടൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, മറ്റു ബന്ധുക്കളെയും ഒക്കെ ആവശ്യമെങ്കിൽ മൊഴി ശേഖരിക്കാൻ വീണ്ടും വിളിപ്പിക്കുമെന്ന് പോലീസ് നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. അത്തരം നടപടികളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഈ മൊഴിയുടെ വിശദാംശങ്ങൾ, കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ പ്രതിയായ ഹരികുമാർ മുൻപും ഈ കുട്ടികളെ ഉപദ്രവിച്ചിരുന്നു എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. അത് അമ്മ ശ്രീതു തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. ഈ കുഞ്ഞിനെ, കൊല്ലപ്പെട്ട കുഞ്ഞിനെ നേരത്തെയും ഈ ഹരികുമാർ എടുത്തെറിഞ്ഞിരുന്നു. മാത്രമല്ല, മൂത്ത കുട്ടിയെയും മുൻപും പലതവണ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ ശ്രീതുവിനോടുള്ള താല്പര്യം മൂലം മറ്റ് കുട്ടികളെ ഈ അമ്മാവൻ ഹരികുമാറിന് ഇഷ്ടമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടി വൈരാഗ്യം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്നലെ പുലർച്ചെ 5 മണിക്ക് കുഞ്ഞിനെ, ഈ ശ്രീതു ശുചിമുറിയിൽ പോയ സമയം നോക്കി കുഞ്ഞിനെ എടുത്ത് കിണറ്റിലെറിയുകയായിരുന്നു എന്നുള്ളതാണ് മൊഴി. അപ്പോഴും പോലീസിനെ കുഴയ്ക്കുന്നത് ഈ കുറ്റസമ്മതം നടത്തിയതിനപ്പുറത്തേക്ക് ഒരു സഹകരണവും ഈ പ്രതിയുടെ ഭാഗത്തു നിന്ന് പോലീസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല, പറഞ്ഞ കാര്യങ്ങൾ തന്നെ മാറ്റി മാറ്റി പറയുന്നു എന്നുള്ളതാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. മാത്രമല്ല, പൂർണ്ണ നിസ്സഹകരണമാണ് പോലീസുമായി കഴിഞ്ഞ രാത്രി മുതൽ പ്രതി ഹരികുമാർ നടത്തുന്നത്. ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല, കൊടുക്കുന്ന വെള്ളം പോലും കുടിക്കുന്നില്ല എന്നുള്ളതാണ് ധിക്കാരപരമായ സമീപനം. കൊലപാതകത്തിലെ തലേ ദിവസം ഡിലീറ്റ് ചെയ്യപ്പെട്ട മെസ്സേജുകളുടെ ഉള്ളടക്കം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുക, അതിനുള്ള നീക്കം അന്വേഷണ സംഘം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്.